ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്നൊരു പ്രഷർ കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പം നൈറ്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപാകതകൾ കാണാം. അപ്പോൾ അതിന് തന്നെ നമുക്കൊരു കുക്കർ എടുക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സവാള നല്ലതുപോലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നൈറ്റിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു പ്രഷർ കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്പൈസസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏലക്ക, ഗ്രാമ്പു, പട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരുവിധം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് വറുത്ത്, അതായത് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ്. ഒരു ലേശം മുളക് പൊടി, ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ലേശമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ലേശം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് മൂത്തൊക്കെ വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ ഒരു മസാല ആ ചിക്കനിലേക്കൊന്ന് വരത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് വേണ്ടുന്ന ഉപ്പ് മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മിക്സ് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി, അതായത് ഈ ബിരിയാണിക്ക് വേണ്ടുന്ന ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ബസുമതി റൈസ്, നീളൻ റൈസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് റൈസാണോ ഉള്ളത് ആ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു 4 പേർക്ക് കഴിക്കേണ്ട രീതിയിലുള്ള റൈസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവിരൽ നമ്മളിതിൽ ഇങ്ങനെ മുക്കി നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു വരയുണ്ടല്ലോ, ആ ഒരു അളവിനാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഷാൻജിയോ പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ റൈസൊക്കെ വേവിക്കുമ്പോൾ കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന നട്ട്സും അതേപോലെ മറ്റേ ഉള്ളി എല്ലാം കൂടി ഇതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ ഞങ്ങൾ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കിട്ടിലനായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.